പുറമേ നിന്ന് കാണുമ്പോൾ അധികം വലിയ വാവട്ടമൊന്നും ഇല്ലെങ്കിലും ഉള്ളിലേക്ക് ഇതാ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇരുട്ടാണ്. ജനങ്ങൾക്കെല്ലാം ഒരു ടൂറിസം പോലെ നല്ലൊരു സ്ഥലമാണ്. വളരെ വർഷം, ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ഗുഹ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സുനിൽകുമാർ. സുനിൽകുമാർ, പ്രദേശവാസിയാണ്. ദേശവാസി. 2000 വർഷം പഴക്കമുള്ള ഇത് ഒരു ഗുഹയാണിത്. വരപ്പുറം പാത്തിക്കൽ ഗുഹ എന്നാണ് ഇവിടെ പേര് പറയുന്നത്. എൻ്റെ ഒരു ഇതുമില്ല, പൈസ പാടില്ല. ഇങ്ങനെ പുറമേ നിന്ന് കാണുമ്പോൾ അധികം വലിയ വാവട്ടമൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഉള്ളിലേക്ക് ഇതാ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇരുട്ടാണ്. ഇത് കണ്ടോ, ഇങ്ങനെ മുകളിലേക്ക് ഒരു ഒത്തിരി മുകളിലേക്കുണ്ട്. കണ്ടോ, ഒരു ഹോള് മാറി ഒരു കല്ല് വീഴാൻ പോലെ നിൽക്കുന്നത് കണ്ടോ. ഉള്ളിലേക്ക് ഒരു 2-3 ആൾ ഹൈറ്റിലേക്കാണ് ഒരു ഗുഹ. ശരിക്കും ഈ താഴേക്ക് അങ്ങനെ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. ആ 3 വിളക്ക് നിങ്ങൾ എത്ര കാറ്റടിച്ചാലും കെടൂല. എത്ര എന്ത് ഇത് സംഭവിച്ചാലും ആ 3 വിളക്ക് കത്തിയ വിളക്ക് കെടൂല. എന്തൊക്കെ പറഞ്ഞാലും നേരെ ഫ്രണ്ടിൽ ഇത്രയും ഓപ്പൺ ആയിട്ട് തൊട്ട് കടലാണ്, ഇത്രയും കാറ്റടിക്കുന്ന സ്ഥലമാണ്. നല്ലൊരു അതിരാദിശം തന്നെ. വന്നോട്ടെല്ലാം പറയും കാറ്റിൽ വൈകുന്നേരം ഭയങ്കര കാറ്റുണ്ടാവും. ഈ കാറ്റുള്ള സമയത്ത് ഇങ്ങനെ വിളക്ക് ഇങ്ങനെ ഇതാവും, അല്ലാണ്ട് ഒരിക്കലും കെടൂല. ഇത് എന്തായാലും ഒരു അതിശയമായിട്ട് തോന്നി, കാരണം ഓപ്പണായി കിടക്കുന്ന ഏരിയ, വേറെ മറയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും വൈകുന്നേരം വന്നാൽ തിരിയും കാറ്റിന്റെ ശക്തി. അതൊരു അതിശയമായിട്ട് തോന്നി. അതിന്റെ ഒരു ടെക്നിക്ക് പരമായിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇത് ഇങ്ങനെ തോന്നി. ഒരു പ്രശ്നമില്ല, എല്ലാരും വരുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഞാൻ വന്നാൽ ഞാൻ തന്നെ അതിന്റെ ആള്. നിങ്ങൾ ഒരു 5 മണിക്കൂടെ വന്നിരുന്ന എണീച്ച് പോവില്ല. അത്രയും ഭയങ്കര ഒരു സ്ഥലമാണ്. 5 മണിക്ക് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് എണീച്ച് പോകാൻ തോന്നില്ല. അത്യാവശ്യം കാണേണ്ട ആൾക്കാരൊക്കെ വന്ന് കാണാം. മാത്രമല്ല ഇവിടെ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ഏതൊരു മേഖലയിലുള്ളവർക്കും വരാം. ആർക്ക് വേണേലും വന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഇത്രയും വർഷം പഴക്കത താഴെ കൂടെ ഒക്കെ ബീച്ചിലൂടെ ഒക്കെ ആൾക്കാരത് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അല്ലേ. നമസ്കാരം.